ഇന്ന് എം.വി. ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനം അലോഷ്യസ് സേവ്യർ കണ്ടിരിക്കും. ഇന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം കണ്ടിരിക്കും. ബിനോയ് വിശ്വം 2 തവണയായി പ്രതികരിക്കുന്നു. പക്ഷേ KSU അങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവൊന്നുമല്ല. KSUമായി ബന്ധപ്പെട്ടും നിരവധി സംഘർഷങ്ങളുടെ ചരിത്രമുണ്ട്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇന്ന് എം.വി. ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത് അടിയന്തരാവസ്ഥ കാലത്ത് ആ സമയത്ത് KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഒക്കെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൂടാതെ SFIയെ സംബന്ധിച്ച് 35 രക്തസാക്ഷികളുണ്ട്. അല്ലാതെ KSUവിലെ ഏതെങ്കിലും പ്രവർത്തകരെ SFIക്കാർ കൊലപ്പെടുത്തിയ കേസുമില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. ഇതിനെന്താണ് KSUവിന് നൽകാനുള്ള മറുപടി? ശ്രീമതി സ്മൃതി, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിലെ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ്. ഒരു ഇടത്ത് ഈ പറയുന്ന കൊയിലാണ്ടി കോളേജിൽ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ്റെ ചെകിട് ആ കോളേജിലെ പ്രിൻസിപ്പൾ അടിച്ചു പൊട്ടിച്ചു എന്നതിൻ്റെ പേരിൽ ആ പ്രിൻസിപ്പളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സംഭവം. ആ വിഷയങ്ങൾ തീരുന്നതിന് മുൻപ് തന്നെ ഇങ്ങ് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം ക്യാമ്പസിൽ KSUവിൻ്റെ ഒരു സഹപ്രവർത്തകൻ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സാൻജോസിനെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ ആക്രമിച്ച് SFIയുടെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വലിയൊരു പ്രതിരോധത്തിൽ SFI നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ SFI കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങളെപ്പറ്റി കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായി നോക്കുക. ഏതെല്ലാം വിഷയങ്ങളിൽ SFI പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടമുണ്ടാകുന്നു, അല്ലെങ്കിൽ SFI വലിയ ആക്രമണങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ക്യാമ്പസിൽ അഴിച്ചുവിട്ട് അവരെല്ലാം പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ പറയുന്നത് 35 രക്തസാക്ഷികളുടെ കണക്ക് വർഷങ്ങളായിട്ട് പണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്നുള്ളൊരു തരത്തിലേക്കുള്ള ചർച്ചകളിലേക്കാണ് ഈ വിഷയങ്ങളെ കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് SFIക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല? ഞാൻ ചോദിക്കുന്നത്, ഈ കൊയിലാണ്ടി കോളേജിലുണ്ടായ വിഷയം അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമല്ലല്ലോ, ഏറ്റവും അടുത്ത് നടന്ന സംഭവമാണ്. ഈ പറയുന്ന എന്തിനേറെ പറയുന്നു ഈ കാര്യവട്ടം ക്യാമ്പസിലുണ്ടായിരിക്കുന്ന വിഷയം. കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് അത് ഒരൊറ്റ ക്യാമ്പസിലല്ല. കേരളത്തിൽ SFIക്ക് അപ്രമാദിത്വമുള്ള ക്യാമ്പസുകളിൽ സർക്കാർ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് സർക്കാർ ക്യാമ്പസുകളിൽ വലിയ രീതിയിൽ ഇതര സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് പട്ടിക തയ്യാറാക്കി അവരുടെ ഇടിമുറകളിൽ കൊണ്ടുവന്ന് ഈ അതിക്രൂരമായിട്ട് മർദ്ദിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയായിട്ട് ഈ പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴും ഈ ആർഷോ എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നു, ഞങ്ങൾ മർദ്ദിച്ചിട്ടില്ല, സിദ്ധാർത്ഥനെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, സിദ്ധാർത്ഥൻ്റെ മരണത്തിൻ്റെ കാരണക്കാർ ഞങ്ങളല്ല എന്ന് പറയുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ വിഷയത്തിലും ഈ കാര്യവട്ടം ക്യാമ്പസിലെ വിഷയം ഉണ്ടാകുമ്പോഴും SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് KSU അവിടെ ചെന്ന് ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. 40-40 ആളുകൾ താമസിക്കുന്ന 40-40 വർഷമായിട്ട് SFIക്ക് അപ്രമാദിത്വമുള്ള ഒരു ക്യാമ്പസിൽ, ഈ കാര്യവട്ടം ക്യാമ്പസിൽ റിസർച്ച് ഹോസ്റ്റലിൽ KSUവിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി, നന്നേ ചെറിയ ശരീരപ്രകൃതക്കാരനായിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടറി അവിടെ ചെന്ന് മായാജാലം കാണിച്ചു എന്നാണ് SFI പറയുന്നത്. അവിടെ പോയി ആക്രമിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കുറേയേറെ നേതാക്കന്മാരെ വളഞ്ഞിട്ട് ആക്രമിച്ചു, അതിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രതിരോധം തീർത്തു എന്ന തരത്തിലേക്കൊക്കെ പറയുമ്പോൾ എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ SFI സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയുന്നു എന്ന് പറയും. ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കുന്നു, കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും അക്രമപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്ന അഭിപ്രായമുള്ള സംഘടനയല്ല KSU. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചരിത്രങ്ങളെല്ലാം നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഒരു വിദ്യാർത്ഥി മരണത്തിന് ഇരയാകപ്പെട്ടു പോകരുത്, ആ സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് KSUവിനുള്ളത്. പക്ഷെ നിലവിലുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വിഷയങ്ങളെയും സാധൂകരിക്കാൻ വേണ്ടിയിട്ട് SFI നടത്തുന്ന അക്രമ പരമ്പരകൾ പറയുമ്പോൾ അവർ കഴിഞ്ഞ കാലഘട്ടത്തെ ചരിത്രം പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ SFI എന്ന് പറയുന്ന സംഘടന ആലോചിച്ചിരിക്കുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒന്നും നമുക്ക് സാധൂകരിക്കാൻ പാടില്ല എന്നൊരു നിലപാട് തന്നെയാണ് KSUവിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.